ഞെട്ടിക്കുന്ന കണ്ടെത്തലോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇത് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണക്കളവ് മോഷണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന ദേവസ്വം ബോർഡിനെ കുറിച്ച്. അതും അയ്യപ്പൻ്റെ പൊന്ന് കളവ് പോയ കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം പ്രസിഡന്റും അംഗങ്ങളും അടക്കം പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. വ്യക്തമായി തന്നെ പറയാം, 2019 എം പത്മകുമാർ അധ്യക്ഷനായ രാഘവനും ഒപ്പം ശങ്കർദാസും അംഗങ്ങളായ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഒപ്പം അന്ന് ദേവസ്വത്തിൻ്റെ കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ഒരാൾ കമ്മീഷണർ എന്ന പദവിയിലിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്ന സമയത്തും അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിക്കുന്നതായിട്ട് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട വീഴ്ചകൾ ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ജിമ്മി വായിച്ചൊരു ഭാഗമുണ്ട്, പേജ് നമ്പർ 15. ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതിന് തൊട്ടു മുമ്പ് എന്താണ് ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച? ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ ശബരിമലയിൽ വിലപിടിപ്പുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനെ നടത്തണം എന്ന് വിവരിക്കുന്നുണ്ട്. വീഴ്ച നമ്പർ 1, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവൽ വോളിയം ചാപ്റ്റർ 11 റൂൾ 38 പ്രകാരം ദേവസ്വത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ചു തന്നെ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വർക്ക്സ് ഇൻവോൾവിംഗ് ദ യൂസ് ഓർ ഹാൻഡ്ലിംഗ് ഓഫ് വാല്യുബിൾ ബിലോങ്ങിങ് ടു ദ ദേവസ്വം ബോർഡ് should always be carried out at a place within the Devaswam premise and in the presence of a responsible officer of the department എന്നുള്ളതാണ്. നോക്കൂ, നിലവിൽ നമ്മളുടെ അറിവനുസരിച്ച് 800 ഗ്രാം സ്വർണ്ണമാണ് ഈ 2 ദ്വാരപാലക പാളികളിലും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 1.5 കിലോഗ്രാം സ്വർണ്ണത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ആ പീഠത്തിലും ഒപ്പം സ്വർണ്ണപാളികകളുമായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് വിലപിടിപ്പുള്ള വസ്തുവല്ലേ? ഈ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ വോളിയം 1 പറയുന്ന വിലപിടിപ്പുള്ള വസ്തുവാണ് ഈ ദ്വാരപാലക കവചങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മാനുവൽ നിലവിലിരിക്കുമ്പോൾ ദേവസ്വം പ്രിമൈസിൽ വെച്ച് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യേണ്ട അറ്റകുറ്റപ്പണി എന്തുകൊണ്ടാണ് ചെന്നൈയിൽ പോയി നടത്തിയത്? അതിന് പറയുന്ന ന്യായീകരണമൊക്കെ വിചിത്രമാണ്. കാരണം പഴയ രീതിയിൽ മെർക്കുറി വെച്ച് അവിടെ അത് ഒട്ടിക്കാൻ കഴിയില്ല, അത് ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള സൗകര്യം സന്നിധാനത്ത് കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്തതെന്നാണ്. പക്ഷേ അതിന് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനും മിനിറ്റ്സിൽ ഹാജരാക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ സന്നിധാനത്ത് വെച്ചിത് നടത്താമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ നമ്മൾ കാണുന്നില്ല. തുടർന്നുള്ള ഭാഗത്താണ് പറയുന്നത് ഈ ചട്ടം നിലനിൽക്കെയാണ്, ഏത് സന്നിധാനത്ത് വെച്ചത് നടത്തണം എന്നുള്ള ചട്ടം നിലനിൽക്കെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പതിച്ച ചെമ്പുതകടുകൾ അറ്റകുറ്റപ്പണികൾക്കും സ്വർണം പൂശുന്നതിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയിരിക്കുന്നതും. അങ്ങനെ 49 ദിവസം കഴിഞ്ഞാണ് തിരികെ ശബരിമലയിൽ അതെത്തിക്കുന്നതും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം പ്രിമൈസസിൽ വെച്ച് ദേവസ്വത്തിൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ ചെന്നൈയിൽ ഇവരുടെ ആരുടെയും സാന്നിധ്യമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും മാത്രമായി നടത്തി എന്നുള്ളതാണ്. ഇതിലാണ് പറയുന്നത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല. ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ, ഏത് 2019 പത്മകുമാറും ശങ്കർദാസും രാഘവനും അടങ്ങുന്ന ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതുവാൻ കഴിയില്ല. പത്മകുമാർ നമുക്ക് തന്നിരിക്കുന്നൊരു ബൈറ്റ് ഉണ്ടല്ലോ. പത്മകുമാർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ പണി നടന്നാൽ അതിൽ എന്താണ് ദേവസ്വം ബോർഡ് എഞ്ചിനീയർക്കുള്ള ഉത്തരവാദിത്വം? അവിടെ പണികൾ നടത്തേണ്ടത് അവിടുത്തെ ആളുകളിലെ ജീവനക്കാരല്ലേ എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് വിജിലൻസ് റിപ്പോർട്ട് പറയുന്നു ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരം ഇപ്രകാരം ചെയ്തു എന്ന് കരുതാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ഇത് വീഴ്ചയാണ്, തുടർ നടപടി വേണ്ടതാണ് എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് 1 പറയുന്നത്. പക്ഷേ അതുപ്രകാരം ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇതുപ്രകാരം ഈ ദേവസ്വം ബോർഡിലെ അധികാരികൾക്കെതിരെ ഒരു നടപടിയും ഈ നിമിഷം വരെയും എടുത്തിട്ടില്ല. തുടർന്ന് വന്ന 2ാമത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള SITയുടെ അന്വേഷണത്തിലാണ് 8ാം പ്രതിയായി ഈ ദേവസ്വം ബോർഡുള്ളത്. അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണെന്ന് ദ്വാരപാലക ശില്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിജിലൻസിൻ്റെ റിപ്പോർട്ട് കണ്ടെത്തുന്നുണ്ട്. ഇത് വീഴ്ച നമ്പർ 1. നമ്പർ 2, വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ തൂക്കം എടുക്കുന്ന അതാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. സന്നിധാനത്ത് നിന്ന് ഈ ദ്വാരപാലക ശില്പകവചങ്ങൾ കൊണ്ടുപോകുമ്പോൾ 42 കിലോഗ്രാം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിനുശേഷം
അത് ചെന്നൈയിൽ എത്തിച്ചതിന് ശേഷം തൂക്കി നോക്കുമ്പോൾ അതിന് 38 കിലോഗ്രാം മാത്രമേ ഭാരമുണ്ടായിരുന്നുള്ളൂ എന്നും നമുക്ക് തെളിവുകൾ കണക്കുകളിൽ വ്യക്തമാണ്. ഇതിലേറെ കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് അന്ന് ചെന്നൈയിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ 4.5 കിലോഗ്രാമിൻ്റെ കുറവുള്ള വിവരം 29/8/2019 ബോധ്യമാവുന്നുണ്ട്. അതായത് ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പൂശുന്നതിന് മുൻപ് നോക്കൂ, സന്നിധാനത്ത് നിന്ന് കൊടുത്തുവിട്ടത് 42 കിലോഗ്രാം. ചെന്നൈയിൽ സ്വർണം പൂശുന്നതിന് മുമ്പ് അതേ സാധനം തൂക്കി നോക്കുമ്പോൾ 38 കിലോഗ്രാം. 4.5 കിലോഗ്രാമിൻ്റെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ദേവസ്വത്തിൻ്റെ തിരുവാഭരണം കമ്മീഷണർ ആ വിവരം മഹസറിൽ രേഖപ്പെടുത്തി മിണ്ടാതിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രേക്ഷകർ നിങ്ങൾ നോക്കൂ, 4.5 കിലോഗ്രാം തൂക്കമാണ്. 4.5 കിലോഗ്രാമും സ്വർണ്ണമല്ല കേട്ടോ, അതിനകത്ത് ആകെയുള്ളത് 800 ഗ്രാം സ്വർണ്ണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ 4.5 കിലോഗ്രാം തൂക്കം ആ സ്വർണം പൂശിയ ചെമ്പുപാളികളിൽ ഉണ്ടായ വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിയാതെ പോയതെന്തുകൊണ്ടാണ്? മഹസറിൽ അത് കണ്ടിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ പോയതെന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ദേവസ്വം ബോർഡ് അത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിഷയമേ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലിനെ നമ്മൾ ഇന്ന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. വാസവൻ പറയുന്ന ഈ വ്യാജ സ്പോൺസർ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് അന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ് ഡേറ്റ്. ഒരിക്കൽ കൂടി പറയാം, 29/8/2019 തൂക്കി നോക്കുമ്പോഴാണ്, ചെന്നൈയിൽ വെച്ച് തൂക്കി നോക്കുമ്പോഴാണ് ഇവിടെ നിന്ന് കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളിക്ക് 4.5 കിലോഗ്രാം ഭാരം കുറഞ്ഞിരിക്കുന്നു. അന്ന് കണ്ടെത്തി, മഹസറിൽ എഴുതി. പക്ഷെ മഹസറിൽ എഴുതിയ വിവരം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മറച്ചുവെച്ചു. അത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലേ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3 മാസം കൂടുമ്പോൾ ശബരിമലയിലെ ആസ്തി വിവരത്തിൻ്റെ കണക്കനുസരിച്ച് തിരുവാഭരണത്തിൻ്റെ കമ്മീഷണർ അത് പരിശോധിക്കേണ്ടതും ആ വിവരം ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ഈ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് 3 മാസത്തിലൊരിക്കൽ ദേവസ്വം മന്ത്രി കാണേണ്ടതുമാണ്. ഇതെന്തുകൊണ്ടാണ് 4.5 കിലോഗ്രാം തൂക്കം ശബരിമലയിലെ ദ്വാരപാലക കവചത്തിന് നഷ്ടം സംഭവിച്ചു എന്നുള്ള വിവരം, അതും പൂശുന്നതിന് മുമ്പ് നഷ്ടം സംഭവിച്ചു എന്നുള്ള വിവരം അറിയാതെ പോയത്? വീഴ്ച നമ്പർ 2. ഇനി വീഴ്ച നമ്പർ 3 എന്ന് പറയുന്നത്, നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്, എത്ര വിദഗ്ധമായിട്ടാണ് മിനിറ്റ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ അവർ കാണിച്ച കൗശലം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ. അതിലൊന്ന്, തന്ത്രിയെ കുറിക്കാൻ വേണ്ടിയിട്ടൊരു കളിയും കൂടി കളിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു എന്നുള്ളതായിരുന്നു തന്ത്രിയുടെ കത്തിൽ പറയുന്നത്. തന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയ സ്വർണം പൂശി വൃത്തിയാക്കി വയ്ക്കുന്നതിന് അനുവദിക്കാമെന്നാണ് ശബരിമലയിലെ തന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കണം. തന്ത്രി പറയുന്ന വാചകം ഇങ്ങനെയാണ്, തന്ത്രി കുറിച്ചു വച്ചിരിക്കുന്ന വാചകവും ഇങ്ങനെയാണ്: സ്വർണം പൂശിയിരിക്കുന്ന ചെമ്പ്, അതിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതുതായി സ്വർണം പൂശി വൃത്തിയാക്കി അനുവദിക്കണം എന്നുള്ളതാണ്. എന്നാൽ അത് റിപ്പോർട്ടായിട്ട് വരുന്ന സമയത്ത് തന്ത്രിയുടെ വാചകങ്ങൾ എങ്ങനെയാണെന്നറിയാമോ പറഞ്ഞിരിക്കുന്നത്? മുരാരി ബാബു ഈ കത്തിൽ ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിലും ചെമ്പുപാളികളും അറ്റകുറ്റപ്പണികൾ തീർത്ത് സ്വർണം പൂശി സമർപ്പിക്കണം എന്നുള്ളതാണ്. സ്വർണം പൂശിയ എന്ന് തന്ത്രി പറഞ്ഞ വാചകം എടുത്ത് കട്ടിയിലളഞ്ഞു. അതാണ് മുരാരി ബാബു ചെയ്ത കാര്യം. എന്നിട്ട് ശബരിമല തന്ത്രി സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ മുരാരി ബാബു ആരാണെന്ന് ഓർമ്മിക്കണം, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്നയാൾ വെറും ചെമ്പ് തകിടുകൾ എന്നെഴുതി ശുപാർശ സമർപ്പിച്ചു. അതാണ് റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ട ബ്രേക്കിംഗ്. ഇത് സുധീഷ് കുമാർ അംഗീകരിച്ചു, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇനിയുമുണ്ടൊരു തട്ടിപ്പ്. ദേവസ്വം ബോർഡ് അന്ന് തന്നെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇതെങ്ങനെ കൊടുത്തുവിടണം എന്നുള്ളതിനെക്കുറിച്ച് അന്ന് ദേവസ്വം ബോർഡ്, അതാണ് പത്മകുമാറിനുണ്ടായിരുന്ന വലിയ ആശ്വാസം. കാര്യം ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ ഞങ്ങളിത് വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. മിനിറ്റ്സിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിൻ്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകിടുകൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ബാക്കിയുള്ള തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകി. സാങ്കേതികമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ കുഴപ്പമില്ല. കാര്യം ചെന്നൈയിൽ കൊണ്ടുപോയി നടത്തണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. 1. നമ്പർ 2, പൂർണ്ണ ഉത്തരവാദിത്വം സ്പോൺസറുടെ ഉത്തരവാദിത്വത്തിൽ നടത്താം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മാനുവൽ പറയുന്നത്, ബന്ധപ്പെട്ടവരുടെ മേൽനോട്ടത്തിൽ നടത്തണം. ഈ മിനിറ്റ്സ് പിന്നീട് സെക്രട്ടറിയുടെ കയ്യിലേക്ക് വരുമ്പോൾ അതെന്തായി മാറുന്നു അറിയാമോ? ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനുള്ള ഉത്തരവായി മാറി. ഇതിൽ മേൽനോട്ടം ആവശ്യമില്ല, ഇതിൽ ശസ്ത്രവിധി പ്രകാരം ഇത് നടത്തണമെന്നുള്ളത് ആവശ്യമില്ല, ഇത് സന്നിധാനത്ത് വെച്ച് നടത്തണമെന്ന് ആവശ്യമില്ല. എങ്ങനെയാണ് ഈ മിനിറ്റ്സ് സെക്രട്ടറിയുടെ ജയശ്രീയുടെ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത് അത്ഭുതകരമായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്ന വാചകമായി മാറുന്നു.
ഇതാണ് മറ്റൊരു ഗുരുതരമായ തെറ്റ്. അപ്പോൾ ഇതിനകത്ത് തന്ത്രിയെ കൊടുക്കാൻ ചെയ്ത കാര്യം എന്താ? തന്ത്രിയുടെ പേര് ഈ മാസത്തിൽ എഴുതി വെച്ചു, എന്നിട്ട് ഒപ്പിടിയിപ്പിച്ചില്ല. ഈ വിഷയത്തിൽ തടസ്സവാദം ഉന്നയിച്ചത് തന്ത്രിയാണെന്നേ. തന്ത്രിയെ കൂടി കൊടുക്കാനുള്ള ശ്രമമുണ്ടായോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കണം. ഇതൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് അറിയാതെ നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ₹1 വരുമാനമില്ലാത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് 2017 മുതലുള്ള ഇൻകം ടാക്സിന്റെ രേഖകളിൽ വ്യക്തമാണ്. ഒരു സ്ഥിര വരുമാനവും ഇല്ലാത്തയാൾ ലക്ഷക്കണക്കിന് രൂപ സന്നിധാനത്ത് കൊണ്ടുപോയി സ്പോൺസർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന സംശയം അതിലുള്ള കള്ളപ്പണം, അതിൽ ആരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ED കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം സർവ്വതലസ്പർശിയായിട്ട് നടക്കണം. ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഏതെങ്കിലും തരത്തിൽ 2025 ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തിന് നിലവിലുള്ള റിപ്പോർട്ട് തുണയാകുന്നില്ല. ആകെയുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതിയിലെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം അറിയിക്കാതെ പോയി എന്നൊരൊറ്റ വീഴ്ച മാത്രമാണ് അനധികൃതമായി ഇളക്കിയെടുത്തു എന്നുള്ളത്. ഈ ദേവസ്വം ബോർഡിന് 2025 ദേവസ്വം ബോർഡ് ചെയ്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പേജ് നമ്പർ 21 എന്താണ് പേജ് നമ്പർ 21 പറയുന്നത്? ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഇതേ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് അതെന്താണ് എടുത്തിരുന്ന മറുപടി? ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവാഭരണം കമ്മീഷണറെ വിളിച്ചപ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ നേരത്തെ സ്വർണം പൂശിയതിനാൽ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും 2019 40 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ഇത് നടത്താൻ തീരുമാനിക്കുന്നു. സ്മാർട്ട് ക്രിയേഷനിൽ തിരുവാഭരണം കമ്മീഷൻ വിളിച്ചത് സ്ഥിരീകരിച്ചു. 8/8/2025 തിരുവാഭരണം കമ്മീഷണർ ബോർഡിലേക്ക് കത്ത് നൽകുന്നു. ആ കത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വകയായതിനാൽ ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന പക്ഷം കരുതലോടെയാകണമെന്നും ശ്രീകോവിലിൻ്റെ കതക്, കട്ടിള എന്നിവ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി തീർക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ആ മാനുവൽ പാലിച്ചു. എന്നാൽ അതിനുശേഷം ഇതിന് മറുപടി ലഭിക്കാത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത നിലപാട് ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ഇത് നടത്താൻ കഴിയില്ല, അതിന് ചിലവ് കൂടും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണം എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. പക്ഷേ അന്ന് തിരുവാഭരണം കമ്മീഷണർ അത് സമ്മതിച്ചില്ല. തുടർന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ചെന്നൈയിൽ ഭാഗങ്ങൾ എത്തിച്ചു എന്ന് രേഖാമൂലം അറിയിച്ചു എന്നുള്ളതാണ്. ഇതാണ് കാണിച്ചൊരു ജാഗ്രത. അതിനകത്ത് സംഭവിച്ചു പോയ ഒരേ ഒരു വീഴ്ച ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം, ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ വിവരം ആ സമയത്ത് അറിയിക്കുന്നതിന് വിട്ടുപോയി എന്നത് മാത്രമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പ്രതിപക്ഷം യഥാർത്ഥത്തിൽ സമരം ചെയ്ത് 2025 ദേവസ്വം ബോർഡിനെതിരെ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഈ പാളികൾ കൊണ്ടുപോകുന്നതിനെ തടഞ്ഞതാണ് 2025 ദേവസ്വം ബോർഡ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിട്ടിട്ടില്ല. പോയിന്റ് നമ്പർ 1, ദാറ്റ്സ് എ ഫാക്ട്. പകരം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം താഴോട്ടുള്ള 8ഓളം ഉദ്യോഗസ്ഥരുടെയും വിജിലൻസ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ മാത്രമാണ് അതിൽ സ്വർണം പാകിയിരിക്കുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. അപ്പോൾ മാനുവലിൻ്റെ പാതിഭാഗം അനുസരിച്ച് അത് കൃത്യമായി നിർവഹിച്ചു. ഇനി ഒരു കാര്യം കൂടി പറയാം, അതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അന്ന് കുറവ് വന്നത് 20 ഗ്രാം സ്വർണ്ണമാണെങ്കിൽ 2025 ഇപ്പോൾ അത് 22 ഗ്രാം സ്വർണ്ണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വർണം കൂടുകയാണ് ചെയ്തത് 2025. പക്ഷേ 2019 മുൻ ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു എന്നുള്ളതാണ്. 2013-14 ഘട്ടങ്ങളിൽ 1,81,00,000 രൂപയുടെ പാത്ര അഴിമതി നടത്തിയത് അന്നത്തെ മന്ത്രിയുടെ സഹോദരനായിരുന്ന ദേവസ്വം സെക്രട്ടറിയായ VS ജയകുമാറാണ്. അയാളുടെ പെൻഷൻ തടഞ്ഞിട്ടുണ്ട്. അന്ന് ദേവസ്വം സെക്രട്ടറി ദേവസ്വം മന്ത്രിയുടെ അനുജൻ എന്ന നിലയിൽ നടത്തിയ വലിയ തട്ടിപ്പാണ്. അന്നും അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തിട്ടില്ല. VS ശിവകുമാർ രാജിവെച്ചിട്ടില്ല. VS ശിവകുമാറിനെതിരെ രാഷ്ട്രീയ നേതൃത്വം അതിന് സമാധാനവും പറഞ്ഞിട്ടില്ല. സെക്രട്ടറി തലത്തിൽ നടത്തിയ ഒരു മോഷണം എന്ന രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചത്. ഇന്ന് ആ കേസ് ഹൈക്കോടതി കിടപ്പുണ്ട്. പെൻഷൻ പാതിയോളമാണ് പിടിച്ചത്. 1,81,00,000 തട്ടിപ്പാണ് UDFിൻ്റെ കാലത്ത് ശബരിമലയിൽ നടന്നത്. രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. പക്ഷേ ഇവിടെ മാതൃകാപരമായി 2019 ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം CPM-നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. Meet the editors.